പരീക്ഷയുടെ തലേ ദിവസം മുതൽ പരീക്ഷാ പേപ്പർ മടക്കി കൊടുക്കുന്നതുവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അത്ഭുതകരമായ ചില ദിക്റുകൾ, പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടാൻ, പരീക്ഷാ ഭയം മാറാൻ, പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാകാൻ, പരീക്ഷ എളുപ്പമാകാൻ, വമ്പൻ വിജയം നേടാൻ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ചില ടിപ്സുകൾ നമ്മൾ പഠിക്കുകയാണ്. ഏതൊക്കെയാണെന്നറിയാൻ, എങ്ങനെയാണെന്നറിയാൻ മജ്ലിസ് മുഴുവനായും കേൾക്കുക. ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും ഉന്നതമായ ഖൈറായ അർഹമായ വിജയം, പ്രതീക്ഷിക്കുന്നതിലേറെ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. SSLC പരീക്ഷയുടെ ഒരുക്കത്തിലാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും. നമ്മുടെ യൂട്യൂബിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ കമൻറ്റ് ബോക്സുകളും മെസ്സേജുകളും പരിശോധിക്കുമ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ അവരുടെ പ്രിയപ്പെട്ട മക്കളുടെ SSLC പരീക്ഷയുടെ ഉന്നതമായ വിജയത്തിന് വേണ്ടി ദുആ വസിയത്തുകൾ, ദിക്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഉപകാരപ്പെടുന്ന ചില ടിപ്സുകൾ പരിചയപ്പെടാം എന്ന് ആഗ്രഹിക്കുകയാണ്. അത് ചർച്ച ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് SSLC പരീക്ഷ എന്നുള്ളത്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചു അവരുടെ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പബ്ലിക് എക്സാം അവർ നേരിടുമ്പോൾ അതിൻ്റേതായ ടെൻഷൻ അവർക്കുണ്ടാകും. രക്ഷിതാക്കൾക്ക് മക്കളെക്കാളേറെ ടെൻഷൻ ഉണ്ടാകും. രക്ഷിതാക്കളുടെ ടെൻഷൻ പലപ്പോഴും മക്കൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയേക്കാൾ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട മറ്റു കുട്ടികളെക്കാൾ മാർക്ക് കുറഞ്ഞു പോകുമോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ടെൻഷനൊന്നും രക്ഷിതാക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളുടെ കഴിവ് മനസ്സിലാക്കാതെ, അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അവരുടെ പഠന നിലവാരവും മനസ്സിലാക്കാതെ അമിതമായി മക്കളെ പഠനത്തിൻ്റെ വിഷയത്തിൽ പീഡിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന രക്ഷിതാക്കളുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മക്കൾക്കും ഓരോ കഴിവാണ് കൊടുത്തത്. നമ്മുടെ മക്കൾക്ക് അർഹിക്കുന്ന വിജയം നമ്മുടെ മക്കൾ നേടിയെടുക്കും. അവരെ ഉപദേശിക്കുക, നിർദ്ദേശിക്കുക എന്നതിനപ്പുറം അവരെ അപകടകരമായ രൂപത്തിൽ അവരെ ഓവറായിക്കൊണ്ട് പ്രയാസപ്പെടുത്തുന്നൊരു സാഹചര്യം, ടെൻഷൻ അടിപ്പിക്കുന്ന സാഹചര്യം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പല വിദ്യാർത്ഥികൾക്കും പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പഠിച്ചില്ലല്ലോ എന്നുള്ള ടെൻഷൻ, പഠിച്ച വിദ്യാർത്ഥികൾക്ക് പഠിച്ചത് മറന്നു പോകുമോ എന്നുള്ള ടെൻഷൻ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാതിരിക്കുമോ എന്നുള്ള ടെൻഷൻ, ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന രക്ഷിതാക്കൾ അതുപോലെ മാതാപിതാക്കളൊക്കെ ധാരാളം ദുആ വസിയത്തുകൾ ചെയ്യുന്നുണ്ട്. കമൻറ്റ് ബോക്സിലൂടെ അവരുടെ സങ്കടങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ അർഹമായ വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടി, പരീക്ഷ എളുപ്പമാകുന്നതിന് വേണ്ടി, പരീക്ഷയിൽ ഉന്നതമായ വിജയം ലഭിക്കുന്നതിന് വേണ്ടി, പരീക്ഷ ഭയം നീങ്ങുന്നതിന് വേണ്ടി, പരീക്ഷയെ ടെൻഷനില്ലാതെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി, തൃപ്തികരമായ പരീക്ഷാ ഹാളിലേക്ക് പുറപ്പെട്ട് അതിലേറെ സംതൃപ്തിയോടെ പരീക്ഷാ ഹാളിൽ നിന്ന് തിരിച്ചിറങ്ങുന്നതിന് വേണ്ടി, പഠിച്ചതൊന്നും മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കാറുള്ള, പലപ്പോഴും പരീക്ഷാ സമയങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അവരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ള അത്ഭുതകരമായ ചില ടിപ്സുകൾ വിശുദ്ധമായ ഖുർആനിൽ
ആയത്തുകൾ, അത്ഭുതകരമായ ചില ദിക്റുകൾ, ചില സൂറത്തുകൾ, ചില ഇസ്മുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയാണ്. ഒരുപാട് നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യാനുണ്ട്, ഒരുപാട് ചൊല്ലാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട എല്ലാ മക്കൾക്കും അവരുടെ പഠനത്തെ ബാധിക്കാത്ത രൂപത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വളരെ പ്രധാനപ്പെട്ട 7 ടിപ്സുകൾ നമ്മൾ പഠിക്കുകയാണ്. ഏറ്റവും പ്രധാനം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ആർക്കും സംശയമില്ല. പഠനത്തിൻ്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമ്മൾ തേടുമല്ലോ. അല്ലാഹുവേ, എൻ്റെ പരീക്ഷ നീ എളുപ്പമാക്കി തരണേ എന്ന തേട്ടത്തിന് പകരമായി ആ തേട്ടത്തിൻ്റെ കൂടെ ആ തേട്ടം ശക്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചില ദിക്റുകൾ, ചില ഔറാദുകൾ, ചില ഇസ്മുകൾ, ചില ആയത്തുകൾ, ചില സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെ തവക്കുലോടെ ചൊല്ലാനും റിസൾട്ട് നേടിയെടുക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ വിഷയം എന്നുള്ളത് പരീക്ഷാ ദിവസങ്ങളിൽ 5 നേര നമസ്കാര ശേഷവും വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇൻശിറാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ് എന്നുള്ള സൂറത്ത്. പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കിയില്ലയോ? ഇങ്ങനെയൊക്കെ അർത്ഥം വരുന്ന പഴയ കാലം മുതലേ നമ്മുടെ ഉലമാക്കൾ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും വേണ്ടി നിർദ്ദേശിക്കുന്ന അത്ഭുതകരമായ സൂറത്താണ് സൂറത്തുൽ ഇൻശിറാഹ്. ആ ഇൻശിറാഹ് സൂറത്ത് പരീക്ഷാ ദിവസങ്ങളിൽ 5 നേര നമസ്കാര ശേഷവും 7 പ്രാവശ്യം ചൊല്ലിയിട്ട് നെഞ്ചത്ത് ഊതുക എന്നുള്ളതാണ്. പഠിച്ചതൊന്നും മറന്നു പോകൂല. പഠിച്ചതൊക്കെ പരീക്ഷാ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് കിടക്കയിൽ ഇരുന്നു കൊണ്ട് കിബിലക്ക് മുന്നിട്ട് ഉളുഓടുകൂടി സൂറത്തുൽ വാഖിഅയിലെ 11-ാമത്തെയും 12-ാമത്തെയും ആയത്തുകൾ വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ എന്നുള്ള ആയത്ത് 11 പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. അല്ലാഹുവേ, നാളെ എനിക്ക് പരീക്ഷയാണ്, SSLC പരീക്ഷയാണ്. അല്ലാഹുവേ, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് നല്ല വിജയം എനിക്ക് നൽകണേ. അല്ലാഹുവേ, നല്ല ഖുവ്വത്തുൽ ഹിഫ്ള് എനിക്ക് നൽകണേ. പഠിച്ചതൊന്നും മറന്നു പോകാതെ പഠിച്ചതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ സിമ്പിളായി ഉത്തരം എഴുതാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് നാം കിടന്നുറങ്ങുക എന്നുള്ളതാണ്. പരീക്ഷ എളുപ്പമായി കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് പരീക്ഷാ ദിവസത്തിൽ നമ്മൾ പ്രഭാതത്തിൽ എണീക്കുമല്ലോ. രാവിലെ എണീറ്റുകൊണ്ട് പരീക്ഷ ദിവസത്തിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാകില്ല. അങ്ങനെ എണീക്കുമ്പോൾ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുക. സുബ്ഹി ബാങ്കിൻ്റെ മുമ്പാണ് തഹജ്ജുദ് നമ്മൾ നമസ്കരിക്കേണ്ടത്. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്താക്കിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദിൻ്റെ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരിൽ പലരും അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പറയാൻ വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. തഹജ്ജുദിൻ്റെ സമയത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് നമുക്കറിയുന്ന ഏതെങ്കിലും സ്വലാത്ത് ഒരു 11 പ്രാവശ്യം ചൊല്ലുക. സ്വലാത്ത് നൂറ് ചൊല്ലാം, സ്വലാത്ത് താജ് ചൊല്ലാം, സ്വലാത്ത് നാരിയ ചൊല്ലാം, സ്വലാത്ത് ഇബ്രാഹിം ചൊല്ലാം, ഏത് സ്വലാത്തും ചൊല്ലാം. അങ്ങനെ 11 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുക. അല്ലാഹുവേ, പരീക്ഷ എളുപ്പമാക്കി തരണേ അല്ലാ, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നൽകണേ അല്ലാ, വിജയിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്താൽ ആ പ്രാർത്ഥന അല്ലാഹു തട്ടൂല, പരീക്ഷ എളുപ്പമായി കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുകയാണ്. ഈ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വളരെയധികം സംതൃപ്തിയോടെ പരീക്ഷാ ഹാളിലേക്ക് ടെൻഷനില്ലാതെ പ്രവേശിക്കാനും നമുക്ക് കഴിയും.
അതോടൊപ്പം വളരെ തൃപ്തിയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങാനും നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ പരീക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും. വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ് വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ എന്നുള്ള അത്ഭുതകരമായ ആയത്ത് സൂറത്തുൽ ഇസ്രാഇന്റെ 80-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. പരീക്ഷ എളുപ്പമായി കിട്ടും, പരീക്ഷയുടെ ടെൻഷൻ മാറിക്കിട്ടും, പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ നമുക്ക് കഴിയുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. 5-ാമത്തെ ഒരു അമൽ എന്നുള്ളത് പരീക്ഷാ പേപ്പർ നമ്മൾ മേടിക്കുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് പരീക്ഷാ പേപ്പർ നമ്മൾ മേടിക്കുക എന്നുള്ളതാണ്. ബിസ്മി കൊണ്ട് പേപ്പർ മേടിക്കുക എന്നുള്ളത് വലിയ ബറക്കത്താണ്. അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് പേപ്പർ മേടിക്കുക എന്നുള്ളത് വലിയ ബറക്കത്താണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് പേപ്പർ മേടിക്കുക എന്നുള്ളത് പരീക്ഷ എളുപ്പമാകാൻ കാരണമാകും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് വിജയമന്ത്രമാണ്. അത് ചൊല്ലിയിട്ട് നമ്മൾ പേപ്പർ മേടിക്കുമ്പോൾ പരീക്ഷ എളുപ്പമായി കിട്ടും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് പരീക്ഷാ പേപ്പർ നമ്മൾ മേടിക്കുക എന്നുള്ളത് പരീക്ഷ എളുപ്പമായി കിട്ടാൻ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന ഒരു അമലാണ്. 6-ാമത്തെ ഒരു അമൽ എന്നുള്ളത് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. നമ്മൾ പഠിച്ചതാണ്, പക്ഷേ നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അത് കടന്നു വരുന്നില്ല. ഈ രൂപത്തിൽ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ പഠിച്ച ആ ഉത്തരം, ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്ർ ഒരു തവണ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. കൂരിരുട്ടിൽ, സമുദ്രത്തിൻ്റെ ഇരുട്ടിൽ, മത്സ്യത്തിൻ്റെ വയറിൻ്റെ ഉള്ളിലെ ഇരുട്ടിൽ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു രക്ഷ കൊടുത്ത അത്ഭുതകരമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പരീക്ഷാ ഹാളിൽ ഉത്തരം കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ ഈ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. 7-ാമത്തെ ഒരു അമൽ എന്നുള്ളത് ഏതൊരു കാര്യം അവസാനിക്കുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. പരീക്ഷ കഴിഞ്ഞാലും അള്ളാഹുവിനെ സ്തുതിക്കണം. ബിസ്മി കൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ പേപ്പർ വാങ്ങി നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരീക്ഷ എഴുതി നമ്മൾ പരീക്ഷാ പേപ്പർ തിരിച്ചു കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷയിൽ നമുക്ക് വിജയം നൽകും. ഏതൊരു പ്രവൃത്തിക്ക് ഒടുവിലാണോ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുന്നത്, ആ പ്രവൃത്തി ഭംഗിയാകാൻ അത് കാരണമാണ്. അപ്പോൾ പരീക്ഷ എഴുതിയിട്ട് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആ പരീക്ഷയുടെ ന്യൂനതകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് നേടാൻ അതൊരു കാരണമാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. പരീക്ഷയുടെ തലേ ദിവസം മുതൽ പരീക്ഷ കഴിയുന്നത് വരെ ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട പഠനത്തെ ബാധിക്കാത്ത ചില വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാ രക്ഷിതാക്കളും ഇത് പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, പ്രിയപ്പെട്ട മക്കൾ ഇത് ഏറ്റെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്ത് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഉന്നതമായ ഖൈറായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.